വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. പരിസ്ഥിതി ദിന ക്യൂസ് പാർട്ട് 3. കേരളത്തിലെ കണ്ടൽക്കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ കണ്ടൽക്കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം. ഇടുക്കിയിലെ ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങിൻ്റെ. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്ന മൃഗമാണ് സിംഹവാലൻ കുരങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ് ജില്ല. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം കുറിഞ്ഞിമല. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം കുറിഞ്ഞിമല. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്, എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. കേരളത്തിലെ മനുഷ്യസ്പർശം ഏൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനമേത്? സൈലന്റ് വാലി, പാലക്കാട് ജില്ല. കേരളത്തിലെ മനുഷ്യസ്പർശം ഏൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനം സൈലന്റ് വാലി, പാലക്കാട് ജില്ല. പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ റൈസോബിയം. പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ റൈസോബിയം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇന്ദുചൂടൻ. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സാലിം അലി. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സാലിം അലി. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അമേരിക്ക. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം അല്ലെങ്കിൽ വലിയ ദേശീയോദ്യാനം എന്ന് ചോദിച്ചാൽ ഇരവികുളം നാഷണൽ പാർക്ക്, ഇടുക്കി ജില്ല. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമേത്? വരയാട്. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം വരയാട്. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറോട്ടുകോണം, തിരുവനന്തപുരം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറോട്ടുകോണം, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാം. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ല. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ സാലിം അലി. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ സാലിം അലി. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ദുചൂടൻ.
കെ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ദുചൂഡനാണ് കേരളത്തിലെ പക്ഷിമനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇന്ദുചൂഡൻ. കെ നീലകണ്ഠൻ എന്നറിയപ്പെടുന്ന ഇന്ദുചൂഡൻ. കേരളത്തിലെ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം. കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം ജില്ല.